തനിക്കെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്ന ദൃശ്യം കാണാനിടയായി. ഇന്നലത്തെ ചില തിരക്കുകൾക്കിടയിൽ അത് പറയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും നാട്ടുകാരടുത്ത് അതിന്റെ ചില കാര്യങ്ങൾ വസ്തുതാപരമായി ചോദിക്കണമെന്ന് തോന്നുക. സാധാരണഗതിയിൽ ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ തന്നെ യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉയർന്നു വന്നാൽ അദ്ദേഹം പൊതുവെ അത് നേരിടുന്ന ശൈലി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഏത് വിഷയത്തെയും പ്രസന്റ് ചെയ്യാൻ അദ്ദേഹം മിടുക്ക് കാണിക്കാറുണ്ട്. ആ പ്രസന്റ് ചെയ്യാനുള്ള മിടുക്കിൽ അദ്ദേഹം ഏത് വിഷയം തനിക്കെതിരെ ഉയർന്നു വന്നാലും, അത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഈ പാലക്കാട് അദ്ദേഹത്തിനെതിരെ ഒരു നീലപ്പെട്ടി വിവാദം, അതിൽ പണം കടത്തിയതെന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം പിറ്റെന്ന് ആ വിഷയത്തിൽ തന്നെ അദ്ദേഹം പ്രതികരിക്കുന്ന ഒരു രീതി നിങ്ങൾ കണ്ടതാണ്. അതായത് വളരെ ആധികാരികമായി എന്ത് ആരോപണമാണോ ഉയർന്നു വരുന്നത് അത് റദ്ദാക്കി കളയാൻ വേണ്ടി അദ്ദേഹം വളരെ സ്റ്റഡീഡ് ആയിട്ടും പ്ലാൻഡ് ആയിട്ടും പരിഹാസവും പുച്ഛവും സത്യസന്ധതയും ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കുത്തി നിറച്ച വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന മറുപടികൾ പുറത്തേക്ക് ഇറക്കിയിടുന്നത് ഒരു പതിവാണ്. പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ പോകുന്ന ആദ്യ ഘട്ടം തൊട്ട് നിങ്ങളൊന്ന് നോക്കണം.